നമസ്കാരം, ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ കൈകൊട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിരൽ ഞൊടിച്ചിട്ടുണ്ടോ? അത് എന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം സ്വന്തം അച്ഛൻ്റെ കാൽ വെട്ടിയ ഒരു ഭക്തന്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. ശിവഭക്തരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ചണ്ഡികേശ്വരൻ മാറിയ ആ കഥയും ശിവക്ഷേത്രങ്ങളിലെ ഈ ആചാരത്തിന് പിന്നിലെ രഹസ്യവും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ചണ്ഡികേശ്വരൻ, ചണ്ഡേശൻ എന്ന പേരിലും അറിയപ്പെടുന്നു, ഹൈന്ദവ ശൈവ പാരമ്പര്യത്തിൽ അത്യന്തം പ്രാധാന്യമുള്ള ഒരു ദേവനാണ്. ഭഗവാൻ ശിവന്റെ വിശിഷ്ട ഭക്തരായ 63 നായനാർമാരിൽ ഒരാളായി അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. സേക്കിഴാർ രചിച്ച തമിഴ് ഇതിഹാസമായ പെരിയ പുരാണത്തിൽ പ്രധാനമായും വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതകഥ അചഞ്ചലമായ ഭക്തിയുടെ ഉജ്ജ്വലമായ ഒരു തെളിവാണ്. യഥാർത്ഥത്തിൽ വിചാരശർമ്മൻ എന്ന പേരിൽ തമിഴ്നാട്ടിലെ സെങ്കലൂർ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ചണ്ഡികേശ്വരൻ ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ അദ്ദേഹത്തിന് പരമശിവനോട് അസാധാരണവും അഗാധവുമായ ഭക്തിയുണ്ടായിരുന്നു. ഈ ഭക്തി ഒരു പ്രത്യേക രീതിയിലാണ് പ്രകടമായത്. ഗ്രാമത്തിലെ പശുക്കളെ മേയ്ക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അവൻ പാൽ ശ്രദ്ധാപൂർവം ശേഖരിച്ച് നദീതീരത്ത് മണൽ കൊണ്ട് നിർമ്മിച്ച ഒരു ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുമായിരുന്നു. തുടർന്ന് ആ ലിംഗത്തെ അത്യന്തം ആത്മാർത്ഥതയോടെ ആരാധിക്കുകയും പലപ്പോഴും ധ്യാനത്തിൽ പൂർണ്ണമായും മുഴുകി എല്ലാം മറക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വിചാരശർമ്മൻ പാൽ ഒരു മണൽ വിഗ്രഹത്തിനായി പാഴാക്കുന്നു എന്ന വിവരം അവന്റെ പിതാവ് ദത്തന്റെ അടുത്തെത്തി. അദ്ദേഹം കോപാകുലനായി. മകനെ ശകാരിക്കാനും താൻ കുട്ടിക്കളിയായി കരുതിയ ഈ പ്രവൃത്തി അവസാനിപ്പിക്കാനും ദത്തൻ പാടത്തേക്ക് പാഞ്ഞെത്തി. അവിടെ എത്തിയപ്പോൾ വിചാരശർമ്മൻ തന്റെ ആരാധനയിൽ അഗാധമായി മുഴുകിയിരിക്കുന്നത് കണ്ടു. പിതാവിന്റെ സാന്നിധ്യം അവൻ അറിഞ്ഞില്ല. ദത്തൻ ദേഷ്യത്തിൽ മണൽ ലിംഗം ചവിട്ടി നശിപ്പിക്കുകയും മകന്റെ പുണ്യപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിചാരശർമ്മന്റെ കണ്ണിൽ ഇത് പരമശിവനോടുള്ള ഒരു വലിയ പാപമായിരുന്നു. അവന്റെ അചഞ്ചലമായ ഭക്തിയിൽ തന്റെ ദൈവത്തോടുള്ള കടുത്ത അപമാനം മാത്രമാണ് അവൻ കണ്ടത്. വിചാരശർമ്മൻ അടുത്തുകിടന്ന ഒരു വടിയെടുത്തു തന്റെ ദിവ്യശക്തിയാൽ ഒരു മഴുവാക്കി മാറ്റി സ്വന്തം പിതാവിന്റെ കാൽ വെട്ടിക്കളഞ്ഞു. ശിവനോടുള്ള അത്യുന്നത ഭക്തിയുടെയും ത്യാഗത്തിന്റെയും ഈ നിമിഷത്തിൽ ഭഗവാൻ ശിവൻ തന്നെ പ്രത്യക്ഷനായി വിചാരശർമ്മന്റെ അചഞ്ചലമായ വിശ്വസ്തതയിൽ അത്യധികം പ്രസാദിച്ചു. ശിവൻ വിചാരശർമ്മനെ അനുഗ്രഹിച്ചു. അവനെ തന്റെ സ്വന്തം പുത്രനായി പ്രഖ്യാപിച്ചു. ചണ്ഡികേശ്വരൻ എന്ന സ്ഥാനപ്പേര് നൽകി. ശിവക്ഷേത്രങ്ങളിലെ എല്ലാ സമ്പത്തിന്റെയും വഴിപാടുകളുടെയും സ്വത്തുക്കളുടെയും കാവൽക്കാരനായും സംരക്ഷകനായും അദ്ദേഹത്തെ നിയമിച്ചു. അത്ഭുതകരമായി ശിവൻ ദത്തന്റെ മുറിഞ്ഞ കാലും പൂർവ്വസ്ഥിതിയിലാക്കി. ചണ്ഡികേശ്വരൻ മിക്കവാറും എല്ലാ ശിവക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ, അതുല്യവും നിർണായകവുമായ സ്ഥാനമുണ്ട്. ശിവന്റെ ഗണങ്ങളിൽ പ്രധാനിയായും ഭഗവാൻ ശിവൻ സമർപ്പിക്കുന്ന എല്ലാ വഴിപാടുകളുടെയും സൂക്ഷിപ്പുകാരനായും അദ്ദേഹത്തെ കണക്കാക്കുന്നു. അതായത് ചണ്ഡികേശ്വരന്റെ അനുമതിയില്ലാതെ ഒരു വഴിപാടും പൂർണ്ണമാവുകയോ ശിവന്റെ അടുത്തെത്തുകയോ ഇല്ല. പ്രധാന പ്രതിഷ്ഠയെ ആരാധിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്തർ ചണ്ഡികേശ്വരന്റെ സന്നിധിയിൽ പോകുന്നത് ഒരു ആഴത്തിൽ വേരൂന്നിയ ആചാരമാണ്. ഈ സ്ഥലം പലപ്പോഴും ഒരു ശിവക്ഷേത്രത്തിലെ അവസാന ആരാധനാ സ്ഥലമായി അടയാളപ്പെടുത്തുന്നു. ചണ്ഡികേശ്വരന്റെ ശ്രീകോവിലിന് മുന്നിൽ ഭക്തർ കൈയടിക്കുന്നതോ വിരൽ ഞൊടിക്കുന്നതോ നിങ്ങൾ പതിവായി കാണും. ഈ ആചാരത്തിന് ചില വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ഈ ശബ്ദം അദ്ദേഹത്തെ ആഴത്തിലുള്ള ധ്യാനത്തിൽ നിന്ന് പതിയെ ഉണർത്താനും ഭക്തന്റെ സാന്നിധ്യം അറിയിക്കാനും അവരുടെ ആരാധന പൂർത്തിയായി എന്ന് അദ്ദേഹത്തെ അറിയിക്കാനുമാണ്. മറ്റൊരു വ്യാപകമായ വിശ്വാസം കൈയടിക്കുകയോ വിരൽ ഞൊടിക്കുകയോ ചെയ്യുന്നതിലൂടെ തങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിഞ്ഞ കൈകളോടെയാണ് മടങ്ങുന്നതെന്ന് ഭക്തർ കാണിക്കുന്നു എന്നാണ്. ശിവന്റെ സമ്പത്തോ വഴിപാടുകളോ ഒന്നും തങ്ങൾ കൊണ്ടുപോകുന്നില്ലെന്ന് ചണ്ഡികേശ്വരനോട് ഉറപ്പു നൽകുകയും ശിവന്റെ അനുഗ്രഹം മാത്രമാണ് തങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ശിവക്ഷേത്രങ്ങളിലെ ചണ്ഡികേശ്വരനെ സാധാരണയായി കാണുന്നത് ഒരു കാൽ താഴോട്ട് തൂക്കിയിട്ട് ഒരു കൈ തുടയിൽ വെച്ച് മറ്റേ കൈയിൽ ഒരു മഴ ഉറപ്പിച്ചു പിടിച്ച് ഇരിക്കുന്ന ഭാവത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാവം സാധാരണയായി ആഴത്തിലുള്ള ധ്യാനത്തെയോ ചിന്തയോ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം പലപ്പോഴും ക്ഷേത്രത്തിലെ പ്രധാന ദേവനെ ലക്ഷ്യം വെച്ചായിരിക്കും. ഉത്സവ വിഗ്രഹങ്ങളിൽ കെട്ടുപിണഞ്ഞ മുടിയുള്ള ഒരു യുവകുട്ടിയായി അഞ്ജലി മുദ്രയിൽ നിൽക്കുന്നതായും കൈമുട്ടിൽ ഒരു മഴ തിരുകിയതായും അദ്ദേഹത്തെ ചിലപ്പോൾ ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശ്രീകോവിൽ എല്ലായ്പ്പോഴും ക്ഷേത്രസമുച്ചയത്തിലെ ആദ്യത്തെ ചുറ്റുമതിലിനുള്ളിൽ, സാധാരണയായി പ്രധാന ലിംഗത്തിന്റെ വടക്കുകിഴക്ക് ദിശയിൽ, പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു. ചണ്ഡികേശ്വരന്റെ ഈ കഥ നമ്മുടെ ഭക്തിക്ക് പുതിയൊരു അർത്ഥം നൽകുന്നു. ഇനി ഒരു ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഈ കഥയുടെ പ്രാധാന്യം നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.